ഇടുക്കി അടിമാലി കൂമ്പൻപാറയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിന്റെ കുടുംബത്തിന് 1 ലക്ഷം രൂപ ധനസഹായം കൈമാറി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ദേശീയപാത അതോറിറ്റിയാണ് പണം കൈമാറിയത്. സർക്കാർ ധനസഹായം നൽകുന്നതിൽ നിയമ തടസ്സമുണ്ടെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് വ്യക്തമാക്കി. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയെ തുടർന്ന് ഒക്ടോബർ 25-നുണ്ടായ മണ്ണിടിച്ചിലാണ് കൂമ്പൻപാറ സ്വദേശി ബിജു മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബിജുവിന്റെ ഭാര്യ സന്ധ്യയുടെ ഒരു കാൽ മുറിച്ചു മാറ്റിയിരുന്നു. 2 മാസം കഴിഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് സന്ധ്യ 24-ലൂടെ പ്രതികരിച്ചതിന് പിന്നാലെയാണ് ജില്ലാ കളക്ടറുടെ ഇടപെടൽ. ബിജുവിന്റെ മകളുടെ പഠന ചെലവിനായി നൽകുമെന്ന് പറഞ്ഞ 1 ലക്ഷം രൂപ ചൊവ്വാഴ്ച കൈമാറി. പണം കൈമാറുന്നതിൽ ദേശീയപാത അതോറിറ്റിക്ക് വീഴ്ച സംഭവിച്ചു എന്ന് ജില്ലാ കളക്ടർ. ബിജു മരിച്ചതിന്റെ ധനസഹായം ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് 1 ലക്ഷം രൂപ കൊടുക്കാന്നാണ് പറഞ്ഞത്. അത് കൊടുത്തിട്ടുണ്ട്. ഇത് ദേശീയപാത നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ്. ഒരു മനുഷ്യനിർമ്മിത ഒരു ദുരന്തം ആയതുകൊണ്ട് അതിൽ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരമൊക്കെ നമുക്ക് തുക നൽകുന്നതിന് ഒരു പരിമിതിയുണ്ട്. പക്ഷേ ഗവൺമെന്റ് ഇത് പരിഗണിക്കുമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കുന്നത്. മനുഷ്യനിർമ്മിത അപകടമായതിനാൽ ദുരന്ത നിവാരണ നിയമപ്രകാരം ബിജുവിന്റെ കുടുംബത്തിന് സർക്കാരിന് നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല. അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ തീരുമാനമുണ്ടാകണമെന്നും കളക്ടർ. പഠനം പൂർത്തിയാക്കിയ ശേഷം ബിജുവിന്റെ മകൾക്ക് ജോലി നൽകുന്ന കാര്യം സർക്കാർ പരിഗണനയിലുണ്ട്. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.